ഡൽഹി ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി സമരത്തെ അധിക്ഷേപിച്ച കേസിൽ ആർഎസ്എസ് പ്രചാരകൻ ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്നലെ കൊച്ചിയിലെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിൽ എടുത്ത ടി.ജി. മോഹൻദാസിനെ തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി അപർണ കേസ് ചേരുന്നു. അപർണ, എന്തായാലും ഇന്ന് ടി.ജി. മോഹൻദാസിനെ കോടതിയിൽ ഹാജരാക്കിയാണ്. ഇന്നലെയാണ് അറസ്റ്റൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി കസ്റ്റഡി വേണ്ട എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട്. ഇനി എങ്ങനെയായിരിക്കും അടുത്ത പോലീസിന്റെ നടപടികൾ? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ദില്ലിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ അധിക്ഷേപിച്ചു എന്ന കേസിൽ സംഘപരിവാർ സഹയാത്രികനായ ടി.ജി. മോഹൻദാസിനെ ഇന്നലെയാണ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ കൊച്ചിയിൽ നിന്നുമാണ് മോഹൻദാസിന്റെ അറസ്റ്റ് ഉണ്ടായത്. ഇന്ന് മോഹൻദാസിനെ തിരുവനന്തപുരത്ത് എത്തിച്ചിട്ടുണ്ട്. സൈബർ പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ മോഹൻദാസ് ഉള്ളത്. ഇന്ന് 11 മണിയോടുകൂടി തന്നെ കോടതിയിൽ ഹാജരാക്കും. കലാപാഹനം ഉൾപ്പെടെ 4 കേസുകൾ ചുമത്തിയാണ് ഇത്തരത്തിൽ മോഹൻദാസിനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ലാപ്ടോപ്പും മൊബൈലും അടക്കം ഉള്ളവ പിടിച്ചെടുത്തിട്ടുണ്ട്. മോഹൻദാസിനെ കസ്റ്റഡിയിൽ വേണ്ട എന്ന നിലപാടാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത്. ദില്ലിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണമെന്നായിരുന്നു ടി.ജി. മോഹൻദാസിന്റെ വിവാദ പ്രസ്താവന. ഇതേ തുടർന്ന് ആദ്യം പരാതി നൽകിയത് AIYF സംസ്ഥാന സെക്രട്ടറി ടി ജിസ്മോനാണ്. ഇതിന് പിന്നാലെ നിരവധി പേരാണ് മോഹൻദാസിനെതിരെ പരാതി നൽകിയത്. സൈബർ സെൽ ഓപ്പറേഷൻസ് IG അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയെങ്കിലും കേസെടുക്കുന്നതിൽ കാലതാമസം ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ വളരെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഒടുവിൽ പരാതി നൽകി 3-ാം ദിവസം ഇത്തരത്തിൽ മോഹൻദാസിനെതിരെ കേസെടുക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം 29-ാം തീയതി ആണ് ഇത്തരത്തിൽ മോഹൻദാസിനെതിരെ കേസെടുത്തത്. എന്തായാലും മോഹൻദാസ് ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിലാണ്. 11 മണിയോടുകൂടി തന്നെ ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡിയിൽ വേണ്ട എന്ന നിലപാട് ഇപ്പോൾ അന്വേഷണ സംഘത്തിനുള്ളത്. എന്തായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. അരുണിമ, അപർണ, നിലവിൽ ടി.ജി. മോഹൻദാസിനെതിരെ എന്തൊക്കെ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്? അരുണിമ, നിലവിൽ ഇപ്പോൾ കലാപാഹനം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് മോഹൻദാസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണമെന്ന തരത്തിലുള്ള വാദങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങളാണ് മോഹൻദാസ് ആദ്യഘട്ടത്തിൽ ഈ വിദ്യാർത്ഥികൾക്കെതിരെ, ഈ സമരത്തിനെതിരെ നടത്തിയിരുന്നത്. എന്നാൽ മോഹൻദാസിന്റെ ഈ പ്രസ്താവനയെ BJP അടക്കം കൈയൊഴിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും മോഹൻദാസിനെതിരെ 1-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 4 കുറ്റങ്ങളാണ് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ രജിസ്റ്റർ ചെയ്ത കുറ്റങ്ങളൊക്കെ തന്നെ സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇന്ന് 11 മണിയോടുകൂടി തന്നെ ഈ ഹാജരാക്കിയതിനു ശേഷമായിരിക്കും മറ്റ് തുടർ നടപടികൾ ഉണ്ടാവുക. ശരി, വ്യക്തമാണ്. എന്തായാലും ടി.ജി. മോഹൻദാസിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ്. കലാപാഹ്വാനം അടക്കം 4 കുറ്റങ്ങളാണ് ടി.ജി. മോഹൻദാസിനെതിരെ ചുമത്തിയിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് അപർണ കേസാണ്.